ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റംസാൻ ഡേയ്സൊക്കെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് രാവിലത്തെ 4:30 ആണ് കേട്ടോ ടൈം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ അത്താഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കാര്യങ്ങളൊക്കെ ചൂടാക്കാനും ചായക്കുള്ള വെള്ളം വെക്കാനൊക്കെ ഈ ഒരു ടൈമിലാണ് വരൽ. അപ്പോൾ ഞാനത് ചായക്കുള്ള വെള്ളമൊക്കെ ഞാൻ രാത്രി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഇറങ്ങുമ്പം അത് കെറ്റിലെല്ലാം എടുത്ത് വയ്ക്കും. ഈ ഒരു ടൈമിൽ വന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഓണാക്കലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് രാത്രി നമ്മൾ നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ടുള്ളതും പിന്നെ അതിന് ശേഷമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെയാണ് വാഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അതും നല്ലോണം ഡ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ചാട വെള്ളം തിളക്കുന്ന ടൈം കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കും. അങ്ങനെ നമുക്ക് നമ്മൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടൈമിൽ കുക്കിംഗ് ടൈമിൻ്റെ ഗ്യാപ്പൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു റംസാൻ ഡേയ്സിൽ കിച്ചൻ്റെ ആ ഒരു ഭയങ്കര ക്ലറ്ററായിട്ട് എല്ലാ സ്ഥലത്തും കാണലുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പ്ലേറ്റ്സ് ഗ്ലാസ്സൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ കുക്ക്വേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ചെയ്തെടുത്ത് വയ്ക്കുന്നതായിരിക്കും ഒന്നും കൂടെ കംഫർട്ടബിളായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മുടെ അത്താഴത്തിൻ്റെ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ രാത്രിയാണ് പഠിക്കാനൊക്കെ ഇരിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും രാത്രി ഉറങ്ങലില്ല. അപ്പോൾ കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും. ചോറൊക്കെ ആണെങ്കിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കൽ. അപ്പോൾ ഞാനിപ്പോൾ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കറി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അൺഹെൽത്തി ഹാബിറ്റാണ്. എന്നാലും ഈ ഒരു ടൈമിൽ നമുക്കൊരു ചായ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കസ്കസിൻ്റെ വെള്ളമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനല്ലേ രാത്രി ടൈമിൽ ഓരോ ഇൻ്റർവെല്ലിലും കസ്കസിൻ്റെ വെള്ളം വലിയൊരു ഗ്ലാസ്സിലെടുത്തിട്ട് അത് കൺസ്യൂം ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നോയമ്പിൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ വരാനും അതുപോലെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉള്ളവർക്ക് അത് കൂടാനൊക്കെ ചാൻസ് ഉള്ളൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു ടൈമിൽ തന്നെ ഒരുപാട് വെള്ളം കൺസ്യൂം ചെയ്യാതെ കുറച്ചായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നൊരു ഗ്ലാസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മെഷറിങ് കപ്പോ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വാട്ടർ ഇൻടേക്ക് ഒന്നും കൂടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തായാലും വെള്ളം കുടിക്കുന്നത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഒന്നാമത് ചൂട് കൂടിയിട്ടുള്ള ഒരു ടൈമും കൂടിയിട്ടാണിത്. അപ്പോൾ പുറത്തൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും വെള്ളം ഒന്ന് രാത്രി ടൈമിൽ ഒരു ഇൻ്റർവെൽ വെച്ചിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രാവിലത്തെ അത്താഴം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്രവും കാര്യങ്ങളൊക്കെ നീറ്റാക്കി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ ഒന്ന് ഡിസ്കാർഡ് ചെയ്യുന്നത്. അപ്പോൾ നോയമ്പിൻ്റെ ടൈമിൽ അത് രാവിലത്തേക്ക് ഒരിക്കലും വെക്കാണ്ടിരിക്കുക. ഈ ഒരു അത്താഴം കഴിഞ്ഞ ടൈമിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമ്മൾ കിച്ചണിൽ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ക്ലോത്ത്സൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ അത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കിച്ചൺ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ കിച്ചൺ ഈ ഒരു ടൈമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാങ്ക് വിളിക്കൽ സുബൈ ബാങ്ക് 5:26 കേട്ടോ. അപ്പോൾ ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റമദാൻ മാസത്തെ ഓറൽ ഹൈജീന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ടൈമാണ്. അപ്പോൾ ഞാൻ ചെയ്യൽ ഈ ഒരു ക്ലോവ് ഓയിലുണ്ട്, അത് യൂസ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ 2-3 ഡ്രോപ്സ് നമ്മൾ ഓരോ നിസ്കാരത്തിനൊക്കെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് അതും കൂടെ യൂസ് ചെയ്യലുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ആരോമ ഡിഫ്യൂസർ ഒന്ന് കത്തിച്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിലേക്ക് പുതിയൊരു കോയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രെയറിന് നിൽക്കൽ. ഇനി പ്രെയറൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ലൊരു സ്മെല്ല് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എനർജിയാണ് കേട്ടോ, പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഖുർആനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര നല്ലതാട്ടോ. പിന്നെ അത് ഞാൻ അടുത്ത് വെച്ചിട്ടാണ് എപ്പോഴും ഓതൽ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഡയറക്റ്റ് സ്മോക്ക് ഇൻഹെയിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഞാൻ മാറ്റി വെക്കലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സ്മെല്ല് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ഖുർആൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ
കഴിഞ്ഞ റമദാന് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഖുർആൻ ഓതി തീർക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഭാഗം നമ്മൾ മീനിങ് നോക്കിയിട്ട് പഠിക്കലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് നെക്സ്റ്റ് ഡേയ്സിൽ ഡെയിലി വീക്ക്ലി അങ്ങനെ വരുന്ന ടൈമിലുള്ള സൂറൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മീനിങ് ഒക്കെ നമുക്ക് ആയത്ത് വയസ്സ് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഫുൾ സൂറ എന്താണ് മീൻ ചെയ്യുന്നത് ഉള്ള ആ ഒരു സമ്മറി എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിനോടൊക്കെ അടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീക്കിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സാധാരണ ഒരു വീക്കിൽ 4 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മാസം തുടങ്ങിയിട്ട് എനിക്ക് 2 വീഡിയോ ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പോൾ വീഡിയോസൊക്കെ നിർത്തിയോ മടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊന്നുമല്ല, നമുക്ക് ടൈം കിട്ടലില്ല. ഈ ഒരു മാസം നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ടൈം എക്സ്ട്രാ എടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ ടൈം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട ടൈമും പിന്നെ ഇങ്ങനെയുള്ള ടൈമിനൊക്കെ നമ്മൾ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈം വീഡിയോ ചെയ്യുന്ന ടൈം കുറച്ചും കൂടെ കുറവായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ആ ഒരു മെസ്സേജൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഡെയിലി റൂട്ടീനൊന്നും കൂടെ കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു 7 o'clock ആകുമ്പോഴേക്കും ചെന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റത് 11 മണിക്കാട്ടോ. എണീറ്റിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായി. ഇനി നമ്മുടെ നോർമൽ ഡേയ്സിനേക്കാളും ഈ ഒരു റംസാൻ ഡേയ്സിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മളെ ഡേയ്സൊക്കെ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാനും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ എണീറ്റിട്ടുള്ള ഈ ഒരു ടൈമിൽ ളുഹറിൻ്റെ പ്രെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താവുന്നതാണ്. ഇനി നമ്മളൊട്ടും ടയേർഡൊന്നും ആവാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഷെഡ്യൂളും കൂടെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് മാത്രം ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ മതിയാകും. ബാത്റൂം കഴുകാനായിട്ട് ഒരു ദിവസം വാഷ് ബേസിങ്ങിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഡെയിലിയിൽ വരുന്ന നമ്മുടെ ഫ്ലോർ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് ഡെയിലി ബേസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെയുള്ള ബെഡ് മേക്കിംഗ്, സർഫസ് ചെക്കിങ്, അങ്ങനെയുള്ള ഒരു വിഷ്വൽ ക്ലട്ടറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഫ്ലോർ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ വരേണ്ടത്. അല്ലാതെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആൾട്ടർനേറ്റ് ഡേയ്സിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടയർഡൊന്നും ആവാതെ നമുക്ക് നമ്മുടെ ഹൗസ് ഹോൾഡൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു വിൻഡോയുടെ ഏരിയ, പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഫർണിച്ചർ, പ്ലാന്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വീക്ക്ലി വൺസ് നമ്മളൊരു ചെറിയൊരു സെറ്റിങ്സൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ. നമുക്കൊരു ഫ്രഷ് ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഒരു 1 day ഫുള്ളായിട്ടെങ്കിലും പുറത്ത് സൺലൈറ്റിൽ ഫിൽറ്റേർഡ് സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ഡസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തുടച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു റണ്ണർ കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം എടുത്തൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ബെഡിൻ്റെ കോട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഓരോ കേസ് കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് വൈപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതുമാത്രം ഒന്ന് ചെയ്ത് വെച്ചാൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന
ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഡെയിലി കുറച്ചൊരു 10-15 മിനിറ്റ് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. ഇടയ്ക്കൊന്ന് നമ്മൾ കോട്ടിൻ്റെ അടിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സൂട്ട് കേസ് അതൊക്കെ ഓൾറെഡി കവർ ചെയ്തിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതെടുത്ത് വന്നിട്ട് ഒന്ന് വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് തിരിച്ച് വെക്കുകയാണെങ്കിൽ അതെപ്പോഴും ആ ഒരു ഏരിയ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ നെക്സ്റ്റ് ക്ലോത്ത്സും റണ്ണറൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടുത്തെ പ്ലാൻസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടുമ്പോൾ തന്നെ പിന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കേട്ടോ. കാണുമ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചാൽ തന്നെ ആ ഒരു ഏരിയ ഫുൾ ക്ലീനായിട്ട് പിന്നെ ഇങ്ങോട്ട് ഇനി ക്ലീൻ ചെയ്യാനായിട്ട് വരേണ്ട ആവശ്യമില്ല. നമുക്കിനി കിച്ചണിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടൈം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ രാവിലെ ഉറങ്ങി എണീറ്റതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബെഡ്റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബെഡ്റൂമൊക്കെ ഡസ്റ്റിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ ബാക്കിയുള്ള ഏരിയാസും അതിൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഞാൻ ബെഡ്റൂമിലത്തെ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി തുടക്കലില്ല കേട്ടോ. തുടക്കൽ ഒരു ദിവസം ഒരു റൂം വെച്ചിട്ട് ഞാൻ തുടക്കലുള്ളൂ. അപ്പോൾ ഇന്ന് ബെഡ്റൂം മാത്രമാണ് തുടച്ചെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വാഷ് ബേസ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അസർ നിസ്കാരത്തിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്നത് 3:56 എന്തോ ആണ് കേട്ടോ അസർ ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പിന് അധികം ക്ഷീണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കുറേ നേരം ഉറങ്ങാണ്ടിരിക്കുക, അതുപോലെ അധികം ഫുഡ് കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ അത് രണ്ടും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് നോമ്പൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ചെറിയ മോള് കഴിച്ചിട്ടുള്ള പ്ലേറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വാഷ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞത് 7 to 8 സ്ലീപ്പ് മസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് പറ്റലില്ല, പക്ഷേ അത് ഫോളോ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതല്ല പറഞ്ഞത്, ഓവറായിട്ട് ഫുൾ ഡേ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. അതൊക്കെ നമുക്ക് ബോഡി പെയിനും പിന്നെ മൂഡ് ഓഫ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഉറക്കമൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒരുപാട് ഫുഡ് കഴിച്ച് വയറ് ഫുള്ളാക്കാണ്ടിരിക്കുക. ഹാഫ് പോർഷൻ കഴിച്ചാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ എമൗണ്ടിൽ കഴിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു നോമ്പ് തുറക്കുന്ന ടൈമിൽ ടയേർഡായിട്ട് കിടക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ചിലർ ആ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണമാണെന്ന് പറഞ്ഞിട്ടൊരു കിടത്താണ്. അപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താനും ചെയ്യാനും നമുക്കത് മോട്ടിവേറ്റഡ് ആണ്. ഇതിപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം മോളൊപ്പം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് 4:35 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നേരത്തെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനൊരു 5 o'clock 5:15 ആകുമ്പോഴാണ് കിച്ചണിലേക്ക് വരൽ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മാസം ഞാൻ കുറച്ച് വീഡിയോ കുറച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ രാത്രി കഴുകി വെച്ച മറ്റേ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ രാവിലെ വന്നിട്ട് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങൊക്കെ നമ്മൾ ചെയ്യലുണ്ടല്ലേ. അപ്പോൾ ചോറ് ഞാൻ രാവിലെ എണീറ്റിട്ട് ചോറാട്ടോ കൊടുക്കൽ. അപ്പോൾ നമ്മൾ അത്താഴത്തിന് 3 മണിയൊക്കെ ആകുമ്പോഴാണ് ചോറ് വയ്ക്കൽ. അപ്പോൾ അത് ഫ്രഷ് ആയിരിക്കും. അപ്പോൾ അത് രാവിലെ കൊടുക്കും. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ഫുഡ് അങ്ങനെയായി. പിന്നെ ഉച്ചയ്ക്കുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റൗവിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രാത്രി ക്ലീൻ ചെയ്ത് പിന്നെന്താ രാവിലെയും കൂടെ ക്ലീൻ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ ആ ഒരു ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ നമ്മൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കട്ട്ലറ്റ് പിന്നെ അതുപോലെ പിന്നെ ഏതെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും ഒന്നോ രണ്ട് മാക്സിമം ആണ് ഉണ്ടാക്കൽ കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കസ്കസിൻ്റെ വെള്ളം ഉണ്ടാവും, പിന്നെ അതുപോലെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാവും, പിന്നെ ചായയും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഫ്താറിൻ്റെ ടൈമിൽ റെഡിയാക്കി എടുക്കൽ. അപ്പോൾ അതൊക്കെ ആയി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനുള്ള മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ളത് റാഗിയാണ്. അപ്പോൾ റാഗി മാക്സിമം നമ്മൾ ഡെയിലി ബേസിസിൽ ഇഫ്താറിന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ ആൾട്ടർനേറ്റ് ഡേയ്സ് വെച്ചിട്ടാണ് റാഗി ഉണ്ടാക്കൽ. അപ്പോൾ അത് ഒരു ഡ്രിങ്ക് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അത് ഡെയിലി ഉണ്ടാക്കാത്തത് ഒരു മടുപ്പ് വരും കേട്ടോ കുട്ടികൾക്ക്. എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കണ്ടിന്യൂസ് ഇന്നലെ ഇത് തന്നെയായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആൾട്ടർനേറ്റ് ഡേയ്സ് വെച്ചിട്ട് റാഗി ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നെ ചെറുപയറൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ആരും കഴിക്കല്ല, എനിക്കിഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇവരാരും ചെറുപയർ കഴിക്കാത്തതുകൊണ്ട് അതിപ്പോൾ ഞാൻ ഉണ്ടാക്കലില്ല. അപ്പോൾ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് ചെറുപയർ കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ തരിക്കഞ്ഞി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ അതൊക്കെ നമ്മുടെ പണ്ട് മുതലേ നമുക്ക് ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, തരിക്കഞ്ഞി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കെങ്കിലും ഒരു ആൾട്ടർനേറ്റ് ഡേയ്സൊക്കെ വെച്ചിട്ടെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നേരം നമ്മൾ സ്നാക്സിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലും അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ബോൾസ് കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റിലേക്കൊക്കെ കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം കൂടെ സിങ്കിൽ കൂട്ടിയിട്ടിട്ട് പിന്നെ കഴുകുക എന്നുള്ള രീതിയിൽ നിൽക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് ഗ്യാപ്പിൽ ഒരുപാട് ടൈം കിട്ടുന്നതാണ്. ഒന്ന് സിമ്മിലൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് വേവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ബോൾസ് സ്പൂണ് കാര്യങ്ങളൊക്കെ കഴുകിയെടുത്ത് വെക്കാം ന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതിപ്പോൾ നമ്മളത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള റസ്കിൻ്റെ പൗഡറാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഇനി പോയിട്ട് റസ്ക് പൊടിക്കാൻ നിൽക്കേണ്ട, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനി ഞാനിതാ മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. മുട്ടയും റസ്കും കൂടിയിട്ട് നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി ഞാൻ സ്നാക്സ് മധുരമുള്ള സ്നാക്സിന് എന്താ ചെയ്യാന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഒരാൾ മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എമൗണ്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊക്കെ നോമ്പ് തുറക്കുന്ന ടൈമിൽ മധുരം അധികം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്സിന് ഞാൻ അധികം മധുരമൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഫ്രൈ ചെയ്യുന്ന ടൈമാണ്. ഇപ്പോൾ ടൈം ഇപ്പോൾ 6:14 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയൊരു 10-18 മിനിറ്റും കൂടിയിട്ടേ ഉള്ളൂ നമ്മൾ ബാങ്ക് വിളിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നേരത്തെ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ നേരത്തെ കയറിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു 1 ഹവറിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോക്ക് ഫുഡ് ഉണ്ടാക്കാൻ വരുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഇങ്ങനെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ജ്യൂസൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചായയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോളപ്പോഴേക്കും നിസ്കരിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും വന്നിട്ട് എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ ഖുർആനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മഗ്‌രിബിൻ്റെ ടൈമിൽ അവളെ കാര്യങ്ങളും കൂടെ നോക്കും കേട്ടോ. അപ്പോൾ അവളുടെ അതും കൂടെ നോക്കും. അപ്പോൾ സാധാരണ അവൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ ലീവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഈ ഒരു ടൈമിൽ ഞാൻ നോക്കലുണ്ട്. പിന്നെ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ വൈകുന്നേരം ഞാൻ ആ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അത് നേരത്തെ എടുത്ത് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ലേറ്റായി കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇന്ന് ഫുഡ് സൺഡേ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഫുഡ് പത്തിരി, നൈസ് പത്തിരി വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തോ ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് പത്തിരി വാങ്ങിക്കുക, അപ്പോൾ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിക്കൻ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന്. അപ്പോൾ അതെൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ ഇനി മോളയും കൂടെ കഴിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ അതൊക്കെയായി. ഇനിയിപ്പോൾ കിച്ചനും നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലേറ്റ്സ്, ഗ്ലാസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ഇനിയിപ്പോൾ ഇതാ മോള് സ്കൂളിലേക്കുള്ള ഒരു ഡിക്ഷണറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ തറാവീനും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റംസാൻ ഡേയ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരു പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് ഒരു എപ്പോഴും ഡള്ളായിട്ടിരിക്കാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും പ്രൊഡക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.